കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. മേഘ മാത്യു എന്നാണോ പേരെന്ന് അറിയില്ല. ഷീ സ്റ്റിൽ അൺകോൺഷ്യസ്. ബുദ്ധിക്ക് സ്ഥിരതയില്ലെന്നോ? ഓഫ് കോഴ്സ് ഐ വിൽ ടേക്ക് കെയർ. താങ്ക് ഗോഡ്. ദാ അവൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഫോൺ കൊടുക്കാം. കുട്ടിയുടെ വീട്ടിൽ നിന്നാ. എന്റെ വീട്ടിൽ നിന്നോ? ഹലോ, അത് മേഘയാണ്. ആരാ നിങ്ങൾ? ഇപ്പൊ വിളിച്ചാരെന്ന് എനിക്കറിയില്ല. എനിക്കാരുമില്ല. സുഖമില്ലാത്തതല്ലേ മോളെ നിനക്ക്? കർത്താവെല്ലാം നേരെയാക്കും. മദർ, സിസ്റ്റർ സിൻഡ്രലയെ ചെറുമല ആശ്രമത്തിലേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടുള്ള കത്ത. സിൻഡ്രല സിസ്റ്റർ തിരിച്ച് ജർമ്മനിക്ക് തന്നെ പോവുക. ഇനിയിപ്പോ ഈ കത്തിന്റെ ആവശ്യമില്ല. മോളൊന്ന് റിലാക്സ് ചെയ്യൂ. സിസ്റ്റർമാരെ കണ്ടില്ലേ? എന്ത് കണ്ടു? കണ്ടില്ലല്ലേ? എന്നാ ഞാൻ കണ്ടു. കണ്ണുണ്ടായാ പോരാ, കാണണം. എവിടെ അച്ഛൻ? അച്ചോ, അച്ചോ, ഒന്ന് ഇറങ്ങി വായോ. എന്തുവാടോ? കണ്ടു, ഞാൻ കണ്ടു. പലതും കണ്ടു, പലതും കണ്ടു. പകൽ വെളിച്ചത്തിൽ എന്ന പോലെ കണ്ടു കപ്പിയാരെ. താൻ എന്ത് കണ്ടെന്ന് അത് പറയണമെങ്കിൽ ആദ്യം അച്ഛനെ വിളിക്ക്, അമ്മയെ വിളിക്ക്, ഇവിടെയുള്ള സഹോദരിമാരെ മുഴുവൻ വിളിക്ക്. തന്റെ ഭ്രാന്ത് ഇതുവരെ മാറിയില്ലല്ലോ. ഭ്രാന്ത് തന്റെ തന്തയ്ക്കാ. തന്തയ്ക്ക് പറയോ? എടോ കപ്പി ആരെ? താനും കപ്പും ഞാനും കപ്പും, ഇവിടെ ഉള്ള എല്ലാവരും കപ്പും. തന്നെ കൊണ്ട് ഞാൻ അപ്പി കപ്പിക്കും. സിൻഡ്രല, എന്തൊക്കെയാണ് ഈ പറയുന്നത്? സിൻഡ്രല അല്ല ഫാദർ, മേഘ. ഞാൻ മേഘയാണ്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എല്ലാം തുറന്നു പറഞ്ഞ് നോക്ക് ചോദിക്കാനാ ഞാൻ വന്നത്. നോ, ഐ കാന്റ് ടോളറേറ്റ് ദിസ്. ഫാദർ, ബിഷപ്പ് തിരുമേനി ഉടനെ വിവരം അറിയിക്കണം. അദ്ദേഹം വന്നൊരു തീരുമാനം എടുക്കട്ടെ. അതുവരെ നീ ഇവിടുന്ന് പോകാൻ പാടില്ല. മദർ പ്ലീസ്, എന്നെ പോകാൻ അനുവദിക്കണം. നോ, you have to be punished. മദർ പ്ലീസ്, you have insulted our community. പ്ലീസ് മദർ. ഇല്ല, ഞാൻ പറയണ ഒന്ന് കേൾക്കില്ല. പ്ലീസ് മദർ. ഞാൻ വെള്ളമാണെന്നും പറഞ്ഞ് തുരിച്ചെടുത്ത് കുടിച്ച് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. ഹാവ് എ നൈസ് ഡേ. കാണാം. അതെ, ഞാൻ അവരുടെ കൂടെ മഠത്തിലിറങ്ങി സിൻഡ്രലയും കൂട്ടിയിട്ടിങ്ങനെ വാ. ഓക്കെ സർ. ബൈ. ബൈ സർ. ഓടി വായോ നാട്ടുകാരെ, എല്ലാവരും ഒന്ന് ഓടി വന്നേ. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? കന്യാസ്ത്രീ അല്ല ചേട്ടാ. പൈലറ്റുമായിട്ടുള്ള പ്രശ്നത്തിൽ കള്ളികൾ പലതും വെളിച്ചത്തായി, ഇനി പലതും വെളിച്ചത്താകാനുണ്ട്. അതിനിപ്പോ എന്താ കുന്താം? നിങ്ങൾ ഈ നാട്ടുകാരല്ലേ? ചോണയുണ്ടെങ്കിൽ ആ ഹെലികോപ്റ്റർ പോയി കത്തിക്ക്. അടുത്ത ജംഗ്ഷന്റെ പേരെന്താ? കടുവാപ്പാറ. ഇനി അങ്ങോട്ട് പോകുക. ലൈൻ കിട്ടുന്നില്ല. സോറി, നിങ്ങളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. മഠത്തിലെ നിയമങ്ങൾ പലതും തെറ്റിച്ചു. ഇവിടുത്തെ ധ്യാനം മുടക്കി. എല്ലാം മേഘ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ക്ഷമിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. മേഘ എവിടെ? ഇവിടെയുണ്ട്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന. മനസ്സിലായി. കൂടെ വിടണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങളുടെ മോളിൽ പലരും ഉണ്ട്. അവരൊക്കെ വരട്ടെ. മനസ്സിലായില്ല. തിരുസഭ
ബിഷപ്പ് തിരുമേനി, ഇവിടത്തെ ഇടവകക്കാർ, വിശ്വാസികൾ, അങ്ങനെ പലരും. അവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. അയ്യോ മദറെ, ഇത്തരം നിസ്സാര കാര്യങ്ങളിലേക്ക് അവരെയൊക്കെ എന്തിനാ വലിച്ചഴക്കുന്നത്? ഒരു കന്യാസ്ത്രീയുടെ വേഷത്തിൽ ഒരുത്തി ഒളിച്ചു വന്ന് താമസിക്കുന്നത് നിങ്ങൾക്ക് നിസ്സാര കാര്യമായിരിക്കാം. ഞങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ വിശുദ്ധ വസ്ത്രത്തിന്റെ മഹത്വം അറിയോ നിങ്ങൾക്ക്? അറിയാം. എന്തറിയാന്ന്? കർത്താവിന് നിരക്കാത്ത പണിയല്ലേ അവൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്? മിസ്റ്റർ ബോബി, സിൻഡ്രല്ല എല്ലാ കാര്യങ്ങളും നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ അവൾക്ക് അഭയം കൊടുത്തേനെ. പക്ഷെ ഇനി അത് നടക്കില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്ന ഒരു പെൺകുട്ടിക്ക് അത്രയ്ക്കൊന്നും ആലോചിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായി കാണില്ല. പക്ഷെ ഒന്നുണ്ട്, അവൾ അണിഞ്ഞ തിരുവസ്ത്രമാണ് ഇത്രയും നാളും കൊലയാളികളിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിയത്. അവൾ ഓടിയെത്തിയ ഈ പുണ്യഭൂമിയിൽ വെച്ചാണ് ഞങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള അവസരം ഒരുങ്ങിയത്. അങ്ങനെയൊക്കെ നോക്കിയാൽ സംഭവിച്ചതൊക്കെ കർത്താവിന്റെ നിശ്ചയമാണ്. ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ വിശ്വാസികളുടെ മുന്നിൽ നിങ്ങളുടെ മഹത്വം കൂടുകയുള്ളൂ. സോറി മദർ, ഞാൻ ചേച്ചിയെ തുറന്നു വിട്ടു. ചേച്ചി ബംഗ്ലാവിലോട്ട് പോയി. വെങ്കടി വെങ്കടി ഓൺ ദ ലൈൻ. ഓവർ. എന്താടോ ഫിയർ ഒഴിക്കാതെയാണോ താൻ പോയത്? അയ്യോ സോറി സാർ, ഉടനെ ഞങ്ങൾ എത്തിക്കോളാം. ബോബി, 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 ബോബി. അത് ശരി, അപ്പൊ എന്റെ പബ്ലിസിറ്റിക്ക് ഫലം ഉണ്ടായി. നാട്ടുകാരെത്തി. മറ്റവന്മാരൊക്കെ എവിടെ? അന്ന് നിന്റെ ഹെലികോപ്റ്റർ കത്തിക്കുമെന്ന് പറഞ്ഞപ്പം നീ എന്നെ തല്ലി. ഇന്ന് നിന്നെയും മറ്റവന്മാരെ ഹെലികോപ്റ്ററിനെ ചേർത്തൊരു കത്തിക്കലുണ്ടടാ. रुक जाओ, भागने का कोई फायदा नहीं है. शैली की बहन कहीं भी छुपी है, मैं उसे ढूंढ निकालूंगा. उसने तुम्हें दिए हुए सारे डॉक्यूमेंट्स मुझे चाहिए. मुझे नहीं मालूम. झूठ, तुम्हें सब मालूम है और तुमसे निकलवाना मुझे अच्छी तरह से आता है. क्योंकि मैं आदमी जरा अलग टाइप का हूं. चल. छोड़ो मुझे.
आंध्रे साहिबल्ले आंध्रे साहिबल्ले आंध्रे അടി കൊള്ളാൻ എന്തിനാണ് കരയുന്നത്? ബോബി ബോബി വേണ്ട ആരാണെന്ന് അറിയോ? സമദ് ഖാൻ, ഇന്റർനാഷണൽ ക്രിമിനൽ. ഇവനാണ് ശല്യ. ഇവനെ ഞാൻ കൊല്ലില്ല. ചാക്കോ, ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. 10 ലക്ഷമാണ് സർക്കാർ അവന്റെ തലയ്ക്ക് വില കൽപ്പിച്ചിരിക്കുന്നത്. അത് നീ എടുത്തോ. സാർ, എന്നോട് ക്ഷമിക്കണം. കാര്യം എന്താണെന്ന് അറിയാതെ നാട്ടുകാരെ മുഴുവൻ ഞാൻ ഇളക്കി. അവരിങ്ങെത്തുന്നതിന് മുമ്പ് വേഗം രക്ഷപ്പെടണം സാറേ. അവരിങ്ങെത്താറായി വേഗം രക്ഷപ്പെടും സാർ. നിങ്ങൾ വിട്ടോ. വാ.